വന്നേക്കുന്നതാണ്. ഏഹ് എന്ത് ജോബിന്റെയാണ്? വെയർ ഹൗസ് ജോബിന്റെ ആണ്. വെയർ ഹൗസ് ജോബിന്റെ. ഓക്കെ. ഇത് നമുക്ക് സാലറി ഒക്കെ എത്ര വരുന്നുണ്ട്? ഓൾമോസ്റ്റ് അറൗണ്ട് ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത് സാലറി 2200 യൂറോ. 1200 ഉണ്ട്. കുഴപ്പമില്ല. 1800 യൂറോയ്ക്ക് മുകളിൽ വേണം നമുക്ക്. ഓക്കെ. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അവര്? അതിന്റെ അകത്ത് പറയുന്നുണ്ടോ? അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്ന ടൈമിലുള്ള ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. എത്ര ടൈമിനുള്ളിൽ നമുക്ക് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? മീൻസ് മനസ്സിലായില്ല. നമ്മളുടെ ഈ ജോബിന്റെ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്നാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്? മീൻസ് ബ്രോ, വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊന്നും വന്നിനില്ല. അതൊരു ത്രീ ജസ്റ്റ് ഒരു ഓഫർ വീക്സിനോട്. ലെറ്റർ മാത്രമേ ഉള്ളൂ, കൺഫർമേഷൻ ഓഫർ ലെറ്റർ മാത്രമേ ഉള്ളൂ, ജോബ് തരുമെന്നുള്ളതിന്റെ. അതെ. ഓ, ശരി ശരി. അതിലെന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കോൺട്രാക്ട് എന്ന് തരും എന്നുള്ളത് ഇല്ല, പറയുന്നുണ്ടോ? ഇല്ല, ഇല്ല. ജസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഓഫർ ലെറ്റർ വന്നു. അത് ഞങ്ങള് അപ്ലൈ ചെയ്തിട്ട് ഒരു 48 ഹവേഴ്സിനുള്ളിൽ വന്നു. അപ്പോൾ ബാക്കി വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് 3 to 4 വീക്സിനുള്ളിൽ വർക്ക് പെർമിറ്റും ബാക്കിയുള്ള പേപ്പേഴ്സും വരുന്നാണ് പറഞ്ഞത്. 3 to 4 വീക്സ് എടുക്കും. നമുക്ക് ഇപ്പം അപ്പോയിന്റ്മെന്റ് ഓപ്പൺ അയക്കുന്നത് 30/8 അപ്പോയിന്റ്മെന്റ് ഓപ്പൺ അയക്കുന്നത്. 20/8, 8ാം മാസത്തില്, ആഗസ്റ്റിലാണോ? ഓഗസ്റ്റില് ഓഗസ്റ്റില് അതിന് മുന്നേ ഡേറ്റ് ഇപ്പൊ അവൈലബിൾ അല്ല. അവൈലബിൾ അല്ല. ഇനി ആ ഡേറ്റ് മുന്നോട്ട് പോകുള്ളൂ, പുറകോട്ട് വരില്ല. ഓക്കെ ബ്രോ, അതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ഞാൻ ബ്രോന്റെ ഇത് ആ, ബ്രോ ഒരു വീഡിയോ ഓക്കെ. ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ബുക്ക് ചെയ്യാൻ. അത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ബുക്കിങ്ങിന്റെ നോക്കിയത്. അപ്പോൾ ഞാൻ മീൻസ് കേരളത്തിലുള്ള ആൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക ബാംഗ്ലൂരും കൊച്ചിയിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല. ആ, അത് പുറത്ത് വേറെ സ്ഥലത്ത് സെലക്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. വേറെ എടുത്തു കഴിഞ്ഞാൽ ജുഡിസിഷ്യൻ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് ഈ രണ്ടെണ്ണം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 6 മാസത്തിൽ കൂടുതൽ അവിടെ സ്റ്റേ ചെയ്യണം. അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ബാംഗ്ലൂർ രണ്ട് സ്ഥലം കാണിക്കുന്നുണ്ടല്ലോ. കൺസൾട്ടന്റ് ജനറൽ ഓഫ് ജർമ്മനി ഉണ്ട്, ജർമ്മനി വിസ ജർമ്മൻ കോൺസുലേറ്റും ഉണ്ട്, VFSഉം ഉണ്ട്. നമുക്ക് ശരിക്കും VFSൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കോൺസുലേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കോൺസുലേറ്റിൽ ഓക്കെ, ആ ഒരു കാറ്റഗറി ഇല്ല. എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ സ്പെഷ്യാലിറ്റി കുക്കും ഓപ്പർച്യൂണിറ്റി കാർഡും മാത്രമാണ് വരുന്നുള്ളൂ. നേരത്തെ ഒപ്പയർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒപ്പയർ ഇല്ല. ഓക്കെ. ബ്രോ, അതേപോലെ തന്നെ ഞങ്ങൾ മറ്റേ അപ്പോയിന്റ്മെന്റ് കാറ്റഗറിയിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടി നമ്മൾ വരുക? കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ എംപ്ലോയ്മെന്റ് എടുക്കുക. എനി അതർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നുണ്ട്. അത് പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. മീൻസ് ഫസ്റ്റ് വരുന്നത് ബ്രോ, നാഷണൽ വിസയിൽ സ്റ്റേ മോർ ദാൻ 90 ഡേയ്സ് 90 എംപ്ലോയ്മെന്റ് ഡേയ്സ്, അതാണോ? അതെ അതെ, അത് എംപ്ലോയ്മെന്റ് കൊടുക്കുക. അതിനുശേഷം വരുന്നതിൽ അതർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എനി അതർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി ഉണ്ട്, പുതിയത് ഇപ്പൊ ആഡ് ചെയ്തേക്കുന്നത്, ആഡ് ഓൺ ചെയ്തേക്കുന്നത്. അത് എടുക്കുമ്പോൾ നമുക്ക് ഡേറ്റ് ഇപ്പൊ അവൈലബിൾ ആണ് കാണിക്കുന്നുണ്ട്. ഈ 20/8 എന്ന് പറഞ്ഞിട്ട് 8ാം മാസമാണ് കാണിക്കുന്നത്. സബ് കാറ്റഗറിയിലാണോ ബ്രോ പറഞ്ഞത്? എനി സബ് അതർ. കാറ്റഗറി, സബ് കാറ്റഗറി, സബ് കാറ്റഗറി. വൺ സെക്കൻഡ് ബ്രോ. കൊച്ചിയിലാണ് കേട്ടോ അത് ഇതാക്കുന്നത്. ഞാനിതിപ്പോ കൊച്ചിയിലാണോ ഓപ്പൺ, ഉള്ളത്? കൊച്ചി, ബാംഗ്ലൂരില്ല. ബാംഗ്ലൂരില്ല. ഓപ്പൺ ബാംഗ്ലൂർ. ആയേക്കുന്നതാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, ബുക്കാൻ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഓക്കെ. എനി അതർ എംപ്ലോയ്മെന്റ്. എനി അതർ എംപ്ലോയ്മെന്റ് കാറ്റഗറി വരുന്നില്ലേ? ഓക്കെ. അതിൽ ഡേറ്റ് കാണിക്കുന്നില്ലേ? 5/8 കാണിക്കുന്നത്. 5/8, എട്ടാം യെസ്, മാസം. അതാണ്. നമ്മൾ എടുത്തേക്കുന്നത് 20-ലാണ് എടുത്തേക്കുന്നത്, അതാണ് ഞാൻ 20 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതാണ് നമുക്ക് ബുക്ക് ബ്രോ, ചെയ്യാൻ പറ്റുള്ളൂ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, പുറകോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ബ്രോ, ഇത് ഓക്കെ. സെക്കൻഡ് സ്റ്റേജിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ ഇപ്പൊ ഈ അപ്പോയിന്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കി കിട്ടില്ല, അല്ലെങ്കിൽ നാളെ നോക്കിയാൽ പിന്നെ ഈ അപ്പോയിന്റ്മെന്റ് അവൈലബിൾ ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. വേൾഡ് വൈഡ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ. അതെ, അതെ.
അപ്പൊ അപ്പോയിന്റ്മെന്റ് പോയിക്കൊണ്ടേയിരിക്കും. എന്നാണേലും നിങ്ങൾക്ക് ഇനി കോൺട്രാക്ട് ഒക്കെ വരാൻ 4 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞില്ല, അത് 4 വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജർമ്മൻസ് ഉദ്ദേശിക്കുന്നത് സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേയ്സ് ജർമ്മൻ ഹോളിഡേയ്സ് കൂട്ടാതെ ഉള്ള ടൈം ആയിരിക്കും. അപ്പൊ എന്താണേലും ടൈം എടുക്കും. ഓക്കെ. ബെറ്റർ ഓപ്ഷൻ ഉള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ബുക്ക് ചെയ്തിടാനുള്ള സ്ലോട്ട്. ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടാക്കാലോ പിന്നെ ഡേറ്റ്. ഓക്കെ. ഓക്കെ, ഡേറ്റ് ശരിക്കും മുന്നോട്ട് ചെയ്യാൻ പറ്റും. മുന്നോട്ട് നമുക്ക് 2 തവണ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ഓക്കെ. ഓക്കെ. ഡേറ്റ് ഓക്കെ, അവൈലബിൾ ഇൻ കേസ് അഥവാ ആണെന്നുണ്ടെങ്കിൽ. വർക്ക് പെർമിറ്റ് വന്നിട്ടില്ലെങ്കിൽ ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാമല്ലോ. മുന്നോട്ടാക്കാം. ഓക്കെ ബ്രോ, ഇത് ഓക്കെ. സെക്കൻഡ് സ്റ്റേജിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്താ വരുന്നത്? ആ തേർഡ് സ്റ്റെപ്പിലോട്ട് വരുമ്പോഴത്തേട്ടും നമുക്ക് അതിൽ പറയുന്നുണ്ട് ഓൾറെഡി, ഞാൻ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാന്നുള്ളത്. ജസ്റ്റ് ഓക്കെ. നമ്മളത് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്ത് പോവുക. കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കും. അവൈലബിൾ ആയി ഇപ്പൊ ഈ ഡേറ്റ് കാണിച്ചിട്ടില്ല, ഇതോട്ട് മുന്നോട്ടുള്ള ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കും. അതിലൊരു ഡേറ്റ് സെലക്ട് ചെയ്യുക, ടൈം സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് 2-3 കോളം ഉണ്ട് നമ്മളുടെ ഒരു കൺസെന്റ് ആയിട്ടുള്ളത്, അത് ടിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കിംഗ് ആവും. ഓക്കെ. അങ്ങനെ വേറെ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻസ് വരും. അതുപോലെ ഓക്കെ. തന്നെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ബ്രോ, പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ടിന്റെ അവൈലബിലിറ്റി മാറില്ലല്ലേ? കൺഫേം അല്ല, ബുക്ക് ആയിരിക്കില്ലേ? ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറില്ല. നമ്മൾ വൺസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേംഡ് ആണത് ഓക്കെ. ബുക്കിംഗ്. ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം സ്ലോവാക്കിയയുടെ സ്ലോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഇമെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വേറെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിക്കും. കുറെ നാളായോ സ്ലോവാക്കിയുടെ ചെയ്തിട്ട്? കുറെ ആയോ? സ്ലോവാക്കിയുടെ ചെയ്തിട്ട് കുറച്ചായി, ഒരു 2-3 മന്ത്സിന് മുകളിൽ. ബട്ട് അത് ഞങ്ങളുടെ അടുത്തല്ല, അത് കമ്പനി തന്നെ എടുത്താണ്. സ്ലോവാക്കിയുടെ കേസ് ജർമ്മനി പോലെ ഇങ്ങനെ ഡയറക്റ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ടീം സ്ലോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തന്നതായിരുന്നു. അത് പോളണ്ടിന്റെ കേസൊക്കെ പോലെ സ്ലോട്ട് മറിക്കുന്നൊരു പരിപാടി ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. പൈസക്ക്. ഇപ്പൊ സ്ലോവാക്കിയുടെ ഓപ്പൺ അല്ല, എംബസിന്ന് ഡയറക്റ്റ് എടുക്കണം. നമുക്ക് എംബസിയാണ് തരുന്നത്. ആ, ഓക്കെ. നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എടുക്കാം, എടുക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ടൈമിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നുള്ളൂ. സെയിം പ്രോസസ്സ് സെയിം ആണ്. ഏത് കൺട്രി ആണെങ്കിലും അപ്പോയിന്റ്മെന്റ് സെയിം തന്നെയാണ്, എടുക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ. ഓക്കെ ബ്രോ, അതേപോലെ മീൻസ് ഈ വർക്ക് പെർമിറ്റും കാര്യങ്ങളും വരാണ്ട് ഞങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് ഇഷ്യൂ ഇല്ലല്ലോ അല്ലേ? ഇല്ല, സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന വർക്ക് പെർമിറ്റ് ആയിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. എന്തായാലും വരാൻ ടൈം എടുക്കില്ല. ശരിക്കും പറയാൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 4 to 6 months എടുക്കും പ്രോസസ്സിങ്, ജർമ്മനിയുടെ കേസിൽ. ഓക്കെ. ഓക്കെ. ഓക്കെ, അങ്ങനല്ലേ? അവിടുന്ന് പേപ്പറായി വരാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്, അതുകൊണ്ടായിരിക്കും. ആ, ഓക്കെ. ഇതിനകത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഫണ്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഓഫർ ലെറ്റർ വന്നപ്പോ ഒരു 15,000 നമുക്കത് കൊടുത്തതേ ഈ ഉള്ളൂ. ഓഫർ ലെറ്ററിൽ ഈ കമ്പനിയുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാം. അവിടെ കൺസേൺഡ് പേഴ്സൺ ഉണ്ടാവും, മെയിൽ ഐ ഡി ഉണ്ടാവും അതിൻ്റെ അകത്ത്. മെയിലിലേക്ക് നമുക്ക് ഓക്കെ. മെയിൽ ചെയ്യാം, ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫർദർ പ്രോസസ്സിംഗ് എന്താണ്, നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡേറ്റാസ് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിപ്ലൈ തരും. ആ, നിങ്ങൾക്ക് ആരെങ്കിലും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം, ചെന്ന് അന്വേഷിക്കാം, ഒരു പ്രശ്നവുമില്ല. കമ്പനിയിൽ അപ്ലൈ ചെയ്തേക്കുന്നതല്ലേ. അല്ല, ഇത് മീൻസ് ഞങ്ങൾക്ക് ഇത് ചെയ്ത് തന്നത് ഒരു ട്രസ്റ്റഡ് ആയ പേഴ്സൺ, ഫ്രണ്ട് തന്നെ ചെയ്ത് തന്നതാണ്. അപ്പൊ അപ്പൊ പിന്നെ പ്രോബ്ലം എന്റെ ഇല്ല. ഞാൻ ട്രസ്റ്റ് പറഞ്ഞാണ്, നമ്മൾക്ക് ഇതൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പ്രോബ്ലം ഇല്ല. ഒരു കമ്പനി അതിനൊക്കെ ഇല്ല, നമുക്ക് അതിനുള്ള ട്രസ്റ്റ് പെർമിഷൻസ് ഇഷ്യൂ തരുന്നുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. അത് ഉം. ജെന്യൂൻ ആണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട് തന്നെ ആണ്. പിന്നെ വേറെ ഫണ്ടും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല, ബാക്കി മുന്നോട്ട് പോകാം. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിടുക. പിന്നെ കോൺട്രാക്ട് വന്നു കഴിയുമ്പോൾ ബാക്കി നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്തു തരാം നമ്മുടെ സൈഡിൽ നിന്നുള്ളത്. ബാക്കി ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ബ്രോ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് മീൻസ് ചില ഇത് ഞാൻ ഫ്രണ്ടുമായിട്ട് ഇതിന്റെ ജർമ്മനിയിലെ ഒരു നിങ്ങൾ ഫ്രണ്ട്. ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് പോവുക, അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് മീൻസ് ഞങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. ഫാദർ നെയിം, മദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, പിന്നെ ഓക്കെ. ആ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, അത് മതിയോ? ആ. നമുക്ക് ആപ്ലിക്കേഷൻ ഓ. ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴേ ആവശ്യമുണ്ട്. ആ.
അങ്ങനെ. ഓക്കെ. ബാക്കി ബാക്കിയെല്ലാം നമ്മൾ മീൻസ് ചെയ്തു തരും. ഓക്കെ, സബ്മിഷൻ ടൈമിൽ ഇപ്പൊ മെയിൻ ആയിട്ട് മീൻസ് വേണ്ടത് ഞങ്ങൾ ഓഫർ ലെറ്റർ, വർക്ക് പെർമിറ്റ്, അതെ, ബാക്കി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കടലാസ് നിങ്ങളുടെ ഉണ്ടോ? ഒറിജിനൽ ഹയസ്റ്റ് ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ആണോ? ഹയസ്റ്റ് ഡിഗ്രിയുടെ ഒറിജിനൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ബ്ലൂ കാർഡ് അങ്ങനെയാണല്ലേ. കാറ്റഗറിയിൽ വരുന്നതല്ലല്ലോ, സാധാ നോർമൽ ലേബർ അല്ലേ? നോർമൽ ആണ്. ബ്ലൂ ബ്ലൂ കാർഡ് ആയിരിക്കും. ബ്ലൂ കാർഡ് ആവാൻ സാധ്യത കുറവാ. ബ്ലൂ ഇപ്പഴാന്നുണ്ടെങ്കിൽ കാർഡ് സാലറി, ആണെങ്കിലോ? ബ്ലൂ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യേണ്ടത്. മീൻസ് ജർമ്മനിയുടെ ഒരു സ്ലോട്ട് ബുക്ക് പോർട്ടൽ ചെയ്യണം. ഉണ്ട്. ആ, സ്ലോട്ട് ആ ബുക്ക് ചെയ്യുന്നതും എല്ലാം നമുക്ക് പോർട്ടൽ വഴിയാണ്. കാറ്റഗറി വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, ഇത് നോർമൽ ലേബറർ കാറ്റഗറിയിൽ വരുന്നതാണ്, അതർ എംപ്ലോയ്മെന്റിൽ വരുന്നതാണ്, വെയർ ഹൗസ് അല്ലേ. അതെ. ഇത് IT പ്രൊഫഷൻസ്, അതുപോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സ് തുടങ്ങിയവരാണ് കൂടുതലും ഈ. ഓക്കെ, അത് ഇപ്പം വന്ന പോർട്ടലല്ല, കുറച്ച് മുന്നേ അതെ വന്ന അതെ, പോർട്ടലല്ല, ഇപ്പൊ പറഞ്ഞത്. പുതിയതായിട്ട് വന്നേക്കുന്നതാണ് CSP പോർട്ടൽ. ഓക്കെ ഓക്കെ. നമ്മൾ ഇത് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാർഡ് 4 ആ കാറ്റഗറി ഇപ്പം ഈ പോർട്ടലിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പർച്യൂണിറ്റി കാർഡ്, ഈ ഇതുപോലെ തന്നെ ബ്ലൂ കാർഡ് കാറ്റഗറി, പിന്നെ സ്കിൽഡ് വർക്കേഴ്സിന്റെ, നഴ്സസ്മാര്, അങ്ങനെ 4 കാറ്റഗറിയാണ് നമുക്ക് ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ. അപ്പൊ അൺസ്കിൽഡ് വർക്കിന് ഇപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടതല്ല, ബുക്ക് അതെ, ചെയ്യേണ്ടത്. നോർമൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് 2 സെറ്റ് ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിലൊരു സെറ്റ് ഡോക്യുമെന്റ് നമ്മുടെ എംപ്ലോയർ അടുത്ത് എൻക്വയറി ഒക്കെ പോയിട്ട് നമുക്ക് വിസ പ്രോസസ് ആവുന്നത് സാധാരണ ഒരു 3 വീക്സ് ഒക്കെ എടുക്കും, ഏറ്റവും കുറഞ്ഞ ടൈം 3 വീക്സ് ടു മുകളിലോട്ട് വരും ഓക്കെ. വിസ വരാനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്. ആ ഹാ ഹാ ഹാ. വിസ വരാനായിട്ട് മീൻസ് വിസ വർക്ക് പെർമിറ്റ് വരാൻ. ഓക്കെ, സബ്മിഷൻ കഴിഞ്ഞിട്ടില്ല അല്ലേ അല്ലേ? സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ. അപ്പോ മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങള് സ്ലോട്ട് ബുക്ക് ചെയ്തിടുവാണ് വേണ്ടതല്ല? സ്ലോട്ട് ബുക്ക് ചെയ്തിടുക. ഓൾറെഡി നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു തന്നല്ലോ ഓൾറെഡി. ആ അപ്പൊ ബുക്ക് ചെയ്യുക, സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടതിന് ശേഷം പിന്നെ കോൺട്രാക്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ബാക്കി ഡോക്യുമെന്റേഷൻ ചെയ്തു തരാം. ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. വേറെ എന്തെങ്കിലും ബ്രോ? മീൻസ് ഞങ്ങള് ബുക്ക് ചെയ്യാൻ ഡൗട്ട് ഇല്ലെന്ന് വെച്ചാൽ കാറ്റഗറി സബ് കാറ്റഗറിയും ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇത്രയും ദിവസം ബുക്ക് ചെയ്യാണ്ട് വെച്ചത്. ഇത് ഇപ്പോഴാണ് ഓപ്പൺ ആയിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം ഒന്നും ഓപ്പൺ അല്ലായിരുന്നു, ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത് ഈ കാറ്റഗറി. കഴിഞ്ഞ ദിവസം ഒന്നും ഓപ്പൺ അല്ല. ഇപ്പോഴും നിങ്ങൾ നോക്കി അദർ എംപ്ലോയ്മെന്റ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കിടക്കുന്നുണ്ട്, അതിലും എടുക്കാം നമുക്ക്. പക്ഷെ അതിലിപ്പം ഓപ്പൺ അല്ല. ഓപ്പൺ അല്ല അല്ല? ഓപ്പൺ അല്ല. ഇതിങ്ങനെ ഓക്കെ. സൈറ്റ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ബ്ലൂ കാർഡ് വഴി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അൺസ്കിൽഡ് വർക്ക്? ബ്ലൂ കാർഡ് ചെയ്യാൻ വേറെ പറ്റില്ല. ഓപ്ഷൻ? നമ്മളുടെ ആ ഒരു കോൺട്രാക്റ്റിൽ അവർ പറയുന്നുണ്ട്, ബ്ലൂ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കാർഡ് എന്ന് പറഞ്ഞാണ്. ഓക്കെ. അത് പക്ഷെ വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും? അല്ല, ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടോ? ഈ ഓഫർ ലെറ്റർ പറഞ്ഞിട്ടില്ലല്ലോ ഓൾറെഡി. പിന്നെ സാലറി ഓഫർ കൂടുതലുണ്ട്, ബ്ലൂ കാർഡ് കാറ്റഗറി സാലറി കൂടുതലുണ്ട്, അറൗണ്ട് ഒരു 4000 മുകളിൽ വരുന്നുണ്ട് സാലറി. ഇല്ല, ഇത് പെർ അവർ അല്ല, ഇത് നോർമൽ 12.1. ലേബറർ തന്നെയാണ്. അല്ല, നോർമൽ ലേബറർ തന്നെയാണത്. വെയർ ഹൗസ് ഓക്കെ. അല്ലേ. വെയർ ഹൗസ്, അതെ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ ബാക്കിയുള്ള സാധാരണ ജോലികളില്ലേ, അൺസ്കിൽഡ് ആയിട്ടുള്ള, ആ അതിൽ വരുന്ന ജോബ്സ് ആണിത്. നിങ്ങളോട് ഓ. ലാംഗ്വേജ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിൽ എന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്നുണ്ടോ ഓഫർ ലെറ്ററിൽ? ഇല്ല ബ്രോ, അതിനകത്ത് ഓഫർ ലെറ്ററിൽ ലാംഗ്വേജ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തൊന്ന് പിന്നെ ഫ്ലുവൻസി ഇൻ ജർമ്മൻ ഓർ ഇൻ ഇംഗ്ലീഷ് എന്നേ ഉള്ളൂ. ഉള്ളൂ. ഓക്കെ, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. വൺ സെക്കൻഡ്. അതിന്റെ ലാംഗ്വേജ് പ്രൊഫഷൻസി കാണിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചില കമ്പനികൾ പറയാറുണ്ട്, എന്തെങ്കിലും ചിലര് A1 ബേസിക്, ജർമ്മൻ ലാംഗ്വേജ് ബേസിക് വേണമെന്ന് പറയുന്നവരുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. A1 ഇല്ല, A2. ലാംഗ്വേജ് റെക്കമെൻഡഡ് ഇൻ ജർമ്മനി ആൻഡ് ഓർ ഇൻ ഇംഗ്ലീഷ് എന്നേ ഉള്ളൂ. ഓക്കെ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ നിങ്ങൾ? ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്ത് നല്ലതായിരിക്കും. നമ്മുടെ ഈ ഡുവലിംഗോ ഇല്ലേ, ഡുവലിംഗോയിലൊക്കെ സർട്ടിഫൈഡ് ആണ്. ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ, അതിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. സബ്മിഷന്റെ ടൈം ആണോ? ആ ടൈം ആകുമ്പോൾ. ഓക്കെ. അത് കോഴ്സ് മീൻസ് എത്ര ടൈം ഉണ്ടാവും അതിന്? അത് കോഡ്, അതിൻ്റെ അത് നമ്മൾ ഡ്യൂലിംഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന പോലെയാണത്. അതിന്റെ ഓരോ ലെവൽസ് ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു
നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും, ഇത്ര മാർക്സ് വന്നു കഴിയുമ്പോൾ. ആ അതിന്റെ ഒരു ഇത് ഓക്കെ. വെച്ച് ഇതിന് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഇത് പഠിച്ചാൽ ജർമ്മൻ. നല്ലതാണ്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ ട്രാവൽ ഓക്കെ, അങ്ങനെ. നോക്കുകയാണെന്നുണ്ടെങ്കിലേ. ഇത് നിർബന്ധം പറഞ്ഞിട്ടില്ല, ഗുഡ് ജർമ്മൻ ഓർ മാൻഡേറ്ററി അല്ല, ഇംഗ്ലീഷ്. ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആ ആ ഓക്കെ ഓക്കെ ബ്രോ. അതേപോലെ തന്നെ ബ്രോ, ഇതിന്റെ റിജക്ഷൻ വരാൻ എന്തേലും മെയിൻ റീസൺസോ കാര്യങ്ങളോ ഞാൻ ഈ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞ പോലെ ഇതിലെന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവിടെ എൻക്വയറി ചെല്ലുന്ന ടൈമിൽ അവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാലാണ് നോർമലി ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. മീൻസ് എംബസിന്ന് കമ്പനിയുടെ ഭാഗത്തേക്ക് എൻക്വയറി ചെയ്യാൻ പാടോ? ആ, എൻക്വയറി ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങളെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലേ, അതെ അതെ. അപ്പൊ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ ഓക്കെ, അങ്ങനെയല്ല. വിസ തരുന്ന ഇത് എംബസി ഞങ്ങളെന്ന് വെച്ചാൽ ആണല്ലോ, നമ്മളല്ലല്ലോ വിസ അതെ. ഇതാക്കുന്നത്. അപ്പം അവർ എൻക്വയറി ചെയ്തിട്ട് അതിന്റെ അകത്തു നിന്നാണ് അവര് നമുക്ക് വിസ തരുന്നത്. അപ്പൊ അതിൽ ഇത്ര പോയിന്റ്സ് ഇല്ല പറയുന്നുണ്ട്, ചെക്ക് പോയിന്റ്സ് ഉണ്ട്, അതെല്ലാം മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ ഗ്രാന്റ് ചെയ്ത് തരും. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഭാഗത്തുനിന്ന് എന്തേലും ചെയ്യാനുണ്ടോന്ന്, ലൈക്ക് എന്തേലും PCCO അങ്ങനെ എന്തേലും PCC ആവശ്യമുണ്ടോ? ചോദിക്കുന്നില്ലല്ലോ. PCC ഒന്നും ഓഫർ ലെറ്ററിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അവര് ഒന്നെങ്കിൽ കമ്പനി എന്തെങ്കിലും മെയിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ, ഈ കോൺട്രാക്ട് വന്നാൽ അറിയാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഇല്ല ഇല്ല, കമ്പനിന്ന് ജസ്റ്റ് ഒരു ഓഫർ ലെറ്റർ മാത്രമേ വന്നിട്ടുള്ളൂ നിലവില്. ഉം ഉം. പ്രശ്നമില്ല, ബാക്കി മുന്നോട്ട് പോവാന്നുള്ളൂ ഇതുമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ. ആഹാ ഓക്കെ. ബാക്കി കറന്റ് വർക്ക് മെയിനായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? കറന്റ്ലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ ഓ, ശരി, കുഴപ്പമില്ല, അങ്ങനെ മുന്നോട്ട് പോട്ടെ. ആ ഓക്കെ. ഇതിപ്പോ ഓഗസ്റ്റ് 13 ഇപ്പൊ ഫസ്റ്റ് ഡേറ്റ് ഉള്ളതല്ല, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാത്രമേ ഉണ്ടാവും. ഇനി മുന്നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഡേറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറകോട്ട് കിട്ടില്ല. ഓക്കെ ഓക്കെ. അച്ഛൻ മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ ബുക്ക് ചെയ്യുന്നതിൽ കാറ്റഗറി സബ് കാറ്റഗറി ആയിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ അതിന്റെ ബ്രോന്റെ വീഡിയോ വീഡിയോ ഞാനത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഞാൻ പക്ഷെ അതിന്റെ അത് വീഡിയോ കാറ്റഗറി. വരുന്നുള്ളൂ, ആണോ? കാറ്റഗറിയുടെ. അതിനകത്തൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഒരു 1 വീക്കിന് മുകളിലായി ഈ ഓഫർ ലെറ്റർ കിട്ടിയിട്ട്. ബുക്ക് ചെയ്യാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ബുക്ക് അപ്പൊ ചെയ്യാൻ കമ്പനിയോടും നിന്നത്. കൂടി ഒരു കൺസെന്റ് ചോദിച്ചേട്ടോ, നമ്മളിപ്പോ ഇതുപോലെ സ്ലോട്ട് ബുക്ക് ചെയ്യാണ്. ആ, അപ്പം എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചേട്ടോ അവരോട്. ഇല്ല, മീൻസ് അത് മീൻസ് കമ്പനിമാർ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ചെറിയ ഫ്രണ്ടുമായിട്ട് ചോദിച്ചപ്പോ അവൻ ആ, പറഞ്ഞത് എന്ന് വെച്ചാൽ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. മീൻസ് ഇൻ സ്ലോട്ട് ബുക്ക് കേസ്. ചെയ്യണം, ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഈ കുറച്ച് കഴിഞ്ഞാൽ സ്ലോട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ഓക്കെ. ഇതിന്റെ അവൈലബിലിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കോ ഡെയിലി? മാറിക്കൊണ്ടിരിക്കും, ചിലപ്പോ കുറച്ചു ഓക്കെ. നേരം കഴിഞ്ഞ് നോക്കി ചിലപ്പോൾ കിട്ടണം നിർബന്ധമില്ല. ഈ ആ ഹാ ചില ഹാ. കാറ്റഗറികൾ ഇപ്പം FSJ ഒപ്പയർ തുടങ്ങിയ കാറ്റഗറിക്ക് 5 മിനിറ്റ് നേരത്തേക്കാണ് ഓപ്പൺ ആവുള്ളത്, ഓപ്പൺ ആയപ്പോൾ തന്നെ അത് ക്ലോസ് ആവും. മീൻസ് അത് ഓപ്പൺ ചെയ്യുന്ന ടൈം എന്തെങ്കിലും അറിയാൻ എന്താ വഴിയുണ്ടോ? ഒരു ഓപ്ഷനും ഇല്ല അറിയാനായിട്ട്. ഒരു ഓപ്ഷൻ. ഞങ്ങളിപ്പോ ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇടക്കിടക്ക് കണ്ടിന്യൂസ് നോക്കിക്കൊണ്ട് ചെക്ക് ചെയ്ത് നിൽക്കണം. നോക്കാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഒരു ഓപ്ഷൻ ഒന്നുമില്ല. എക്സാക്ട് ബ്രോ, ടൈം ഇതിന്റെ അറിയാനായിട്ട്. ഓക്കെ ബുക്കിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ അത്രയല്ലേ വരുന്നല്ലോ, അല്ല സ്ലോട്ട് ബുക്കിങ്ങിന് അത്ര? ആ, ഇല്ല, വേറെ ഇതിന്റെ അകത്ത് ഇതുവരെ ഇപ്പം ഈ പുതിയ കാറ്റഗറിയിൽ എന്താന്നുള്ളത് അറിയില്ല, കാരണം ബുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ, കൺഫർമേഷൻ കൊടുത്താൽ അറിയാൻ പറ്റുള്ളൂ. സാധാരണ വേറെ ചാർജസ് ഒന്നുമില്ല, ലോങ് ടൈമിന് ചാർജസ് ഒന്നുമില്ല, ഷോർട്ട് ടൈമിനാണ് ചാർജസ് വരുന്നത്. ഓക്കെ. മറ്റേ ആയിരത്തി ട്രാവൽ ഇൻഷുറൻസ്. 1820 രൂപ സംതിങ് ആണ് വരുന്നത്, ആ ഓക്കെ. ചാർജസ് വന്നാൽ ഓക്കെ. VFSന്റെ ചാർജസ് വരുന്നത്. ഓക്കെ. അതിനകത്ത് ഞങ്ങള് ട്രാവൽ ഇൻഷുറൻസ് അന്നേരം തന്നെ എടുക്കണം? വേണ്ട, നമ്മളത് ഈ സബ്മിഷന്റെ ടൈമിൽ എടുത്താൽ മതി, ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന സമയത്ത് മതി, ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പോകുന്ന ഇല്ല. നമ്മളുടെ വർക്ക് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. ആ ഹാ ഹാ ഹാ. പിന്നെ ഓക്കെ. ഓൾറെഡി അവർ ഇൻഷുറൻസ് തരുവാന്നുണ്ടെങ്കിലും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇതിന്റെ അകത്ത് ഇൻഷുറൻസ് ഫിൻറ്റിവയുടെ പ്രൊവൈഡ്. ഇൻഷുറൻസ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടിക്കയുടെ ഇൻഷുറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതിനകത്ത് ട്രാവൽ ഇൻഷുറൻസ് വരുമോ? ഇൻഷുറൻസ് എന്തോ പ്രൊവൈഡ് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ പ്രശ്നമില്ല. ഒരു മിനിറ്റ് ബ്രോ. നോക്കിയിട്ട് ഹെൽത്ത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡഡ് ആണ്, മെഡിക്കൽ ആൻഡ് അല്ല, ഇൻഷുറൻസ് അതില് പ്രൊവൈഡഡ്. അവിടെ ചെന്നിട്ടുള്ളതാണോ അതോ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ എന്ന് മാത്രം നോക്കിയത്. ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ പ്രോബ്ലം ഇല്ല, നമ്മൾ എടുക്കണമെന്നില്ല. ഇല്ല, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. ട്രാവൽ അല്ല, മെഡിക്കൽ ആൻഡ് ട്രാവൽ അല്ല, അപ്പൊ ഇൻഷുറൻസ് മാത്രം ട്രാവൽ എടുക്കണം, നമ്മൾ എടുക്കണം, ട്രാവലിന്റെ എടുക്കണം. എടുക്കേണ്ടി വരും അല്ലേ? ഉം. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ശരി, അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തത്, ബാക്കി കോൺട്രാക്ട് വന്നേ പറഞ്ഞാൽ നമുക്ക് ബാക്കി ഡോക്യുമെന്റേഷൻ ചെയ്തു തരാം നമ്മുടെ സൈഡിൽ നിന്ന്. ഓക്കെ ഓക്കെ, ശരി ശരി ബ്രോ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.